ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. തുല്യം ചൊല്ലാൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ചായുന്നു ഞാൻ വീശിക്കൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും സാക്ഷ്യങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. കരങ്ങൾ വീശി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾ ദൈവത്തിന്റെ സാന്നിധ്യവും
സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർഗലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ. നമ്മുടെ നിയോഗങ്ങൾ മൗനമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ഈശോയെ ആരാധന. വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഒരിക്കൽ കൂടി ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഞങ്ങൾ എല്ലാവരെയും ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ ആരാധന ഹല്ലേലൂയ മഹത്വം മഹത്വം. കുഞ്ഞാണേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കുഞ്ഞാണേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ശ്വാസകോശ രോഗികളെ ഇപ്പോൾ കൈകൾ നെഞ്ചിൽ വെച്ച് തീർത്ഥാടനത്തിൽ ഇവിടെ വന്നിരിക്കുന്നവരും ഓൺലൈനിൽ ഈ ധ്യാനം എപ്പോൾ പങ്കെടുത്താലും കർത്താവ് ശ്വാസകോശങ്ങളെയും നെഞ്ചിനെയും, അതായത് ഷർട്ട് പോലും ഇടാൻ പറ്റണില്ല, കാര്യം ശരീരം ചൂടായത് കാരണം പുറത്തോട്ടിറങ്ങാൻ പോലും പറ്റാത്ത രോഗിയെ കർത്താവ് സ്പർശിച്ച് ശ്വാസകോശങ്ങളും അതിൻ്റെ രോഗങ്ങളും അതിൻ്റെ കടുത്ത മരുന്നുകളെയും കർത്താവ് പൂർണ്ണമായി മാറ്റിക്കൊണ്ട് ആ വ്യക്തികളെ ശ്വാസകോശ രോഗികളെ സ്പർശിക്കുന്ന സമയമാണ്. പക്ഷാപരത്ത് അറിയാവുന്ന ശ്രുതിക്കട്ടെ ചെറിയ ഗോലികൾ പോലെ ചെറുതാണ്, നമ്മുടെ ചെറിയ പഴങ്ങൾ പോലെയൊക്കെ, അത് അതിനേക്കാൾ ചെറുതായ ചില ഉണ്ടകൾ പോലെ ശരീരത്തിൽ പൊങ്ങും. അത് പിന്നെ മാരകരോഗമായി മാറും. നമ്മൾ ചികിത്സിക്കുമ്പോൾ കുറച്ച് സബ്സൈഡാകും, പിന്നെ അത് വേറെ രൂപത്തിൽ വരും. ഈ രോഗിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രുതികട ദൈവ
സർവശക്ത നിത്യപിതാവേ. കരള് രോഗികൾ, ലിവറിൻ്റെ അസുഖമുള്ളവർ നെഞ്ചിൻകുണ്ട് താഴെ വട്ടം കൈകൾ വെച്ചുകൊണ്ട് ഇപ്പോൾ ഈശോനാമത്തെ സ്തുതിക്കട്ടെ. കർത്താവേ, നിൻ്റെ വിശുദ്ധമായ രക്തം, നിൻ്റെ ആണിപ്പെടുതാർന്ന വലത് കരം ആയി ഞങ്ങളുടെ കരങ്ങളെ നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം കർത്താവ് കരൾ രോഗങ്ങളാൽ വേദനിക്കുകയും ഗുരുതരമായ അവസ്ഥയിൽ കഴിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, അവരെല്ലാം ഇപ്പം നിങ്ങളുടെ കരൾ രോഗികളാണ് നിങ്ങളുടെ ബന്ധുക്കളെങ്കിൽ ഇപ്പോൾ ഓർക്കുക. അവർക്ക് പകരം നിങ്ങൾ നിങ്ങളുടെ നെഞ്ചിന് താഴെ കൈകൾ വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സ്തുതിക്കട്ടെ. കർത്താവ് അടിപ്പിണർ പോലെ, വൈതാക്കാളം പോലെ കർത്താവ് നിങ്ങളെ ഏറ്റെടുക്കുകയും സ്തുതിക്കപ്പെടുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്ന സമയമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ആരാധനയുടെ ആന്തരികമായ ചൈതന്യത്തിലേക്ക് നിശബ്ദതയോടെ കടന്നു വരേണ്ടതാണ്. കർത്താവിൻ്റെ തിരുവിലാവിലെ മുറിവ് ഈശോ എടുത്തു കാണിക്കുന്നുണ്ട്. നിങ്ങളെ രോഗമുള്ളവരും ഹൃദയഭാരമുള്ളവരും കർത്താവിൻ്റെ തിരുവിലാവിലെ മുറിവിനെ അനുസ്മരിച്ചുകൊണ്ട് ഈ സമയത്ത് ആരാധനയിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛൻ പ്രാർത്ഥിച്ചു തരാം. ഏറ്റു പ്രാർത്ഥി. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവിലാവിലെ മുറിവിനെ അനുസ്മരിച്ചുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്നു. ഹൃദയവേദനയും രോഗങ്ങളും ഹൃദയത്തിന്റെ സമ്മർദ്ദങ്ങളും അനുഭവിക്കുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവേ, പ്രഷർ മൂലം കടുത്ത തലവേദനയും അതിന്റെ മൂലകാരണങ്ങളും ജീവിത സംഘർഷങ്ങളും അനുഭവിക്കുന്നവരെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്റെ അടുക്കൽ വരിക. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന ഉടമ്പടി വാഗ്ദാനത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഹൃദയ സംഘർഷങ്ങളുള്ളവരെ അവരുടെ ഭാരങ്ങളെ ഈ നിമിഷം ആരാധ്യനെ ദിവ്യകാരുണ്യമേ തിരുഹൃദയമേ ഏറ്റെടുക്കണമേ. ആരാധനയോടെ ഞങ്ങളുടെ ഹൃദയ വ്യതകളെ നീ സ്വന്തമായി ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാന്തതയും എളിമയുമുള്ളവനേ, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹൃദയശാന്തി ഒരുമിച്ച് പാടാം. ഹൃദയശാന്തതയും എളിമയുമുള്ളവനേ, ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ, ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിൽക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും കർത്ത തിരുസന്നിധിയിലാണെന്നോ ആഴമായ ബോധത്തിലേക്ക് വരണം. കർത്താവ് ഈ കണ്ണീരിൻ്റെ കാലത്ത് അവിടുത്തെ സന്നിധാനത്തിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടതാണ് എന്നാണ് ആത്മാവ് പറയണത്. അതുകൊണ്ട് തന്നെ ഈശോ പറഞ്ഞ, അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ നിങ്ങൾ എൻ്റെ അടുത്ത് വരിക. അപ്പം ദാറ്റ് മീൻസ് യു ആർ കോൾഡ്. നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. ഈ പ്രത്യേകിച്ച് ഈ വിഷമസന്ധിയിൽ നിങ്ങൾ കർത്തൃസന്നിധിയിലേക്ക് വിളിക്കപ്പെടാൻ വേണ്ടി മാത്രം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു.
ഇതൊരു തിരിച്ചറിവായിട്ട് വരണം. പ്രാർത്ഥിക്കുക, കർത്താവേ, കർത്താവേ, അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ സ്നേഹം, സ്നേഹത്തിലേക്ക് എന്നെ വിളിച്ചത്, സ്നേഹത്തിലേക്ക് എന്നെ വിളിച്ചത് ഞാൻ ആഴമായി ബോധ്യപ്പെടാൻ, ഞാൻ ആഴമായി ബോധ്യപ്പെടാൻ, അങ്ങിൽ ആശ്രയിക്കാൻ, അങ്ങയിൽ ആശ്രയിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. എന്നെ അഭിഷേകം ചെയ്യണമേ. അങ്ങിൽ ആശ്രയിക്കാൻ, അങ്ങയിൽ ആശ്രയിക്കാൻ എന്നെ അഭിഷേകം എന്നെ ചെയ്യണം. അഭിഷേകം ചെയ്യണമേ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം കേട്ടു, നിങ്ങളത് കണ്ടു കാണുമായിരിക്കും. ഈശോ, നമുക്കറിയാം, ഉടമ്പടി ബേസ്ഡ് അപ്പോൺ ദി പ്രോമിസസ്. ഉടമ്പടി എവിടെയാണ്? അതിൻ്റെ നിലപാട് തറ, അതിൻ്റെ നിലനിൽപ്പിടം എവിടെയാണ്? കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലാണ്. അപ്പോൾ നിങ്ങൾ ഇത്ര വിചാരിച്ചാൽ മതി. നിങ്ങൾ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളോട് എപ്പോഴും സാക്ഷ്യം കേൾക്കണം, സാക്ഷ്യം കേൾക്കണം. ദാറ്റ് മീൻസ് അതൊരു പ്രൊവിഷനാണ്. സാക്ഷ്യം ഒരു പ്രൊവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യത. നിങ്ങളുടെ സങ്കടങ്ങൾ സമാശ്വസിപ്പിക്കപ്പെടുമെന്നുള്ള സാധ്യതയാണ് സാക്ഷ്യങ്ങൾ. ക്ലിയർ അല്ലേ? നിങ്ങളുടെ സങ്കടങ്ങൾ, നമ്മൾ സങ്കീർണമായ സങ്കടങ്ങളല്ലേ മനുഷ്യനെ ഉള്ളത്. അപ്പോൾ അതെല്ലാം അഡ്രസ്സ് ചെയ്യുന്ന ഒരു പക്ഷേ ഇക്കാലത്ത് ഏറ്റവും സമ്പൂർണ്ണമായ ഒരു ദൈവിക പദ്ധതിയാണ് ഉടമ്പടി. കൈയിട്ടിച്ച് കർത്താവ് ആരും ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന. അതിൻ്റെ പരിപാടി ഒരു രണ്ട് സന്ദേശമുണ്ട്. ഒന്ന്, ഇടത് ചെവി. അപ്പോൾ എനിക്ക് കാണപ്പെടുന്നത് വലുതായിട്ടാണ്. അപ്പം ഞാൻ അതിങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന മനുഷ്യനായതുകൊണ്ട് അപ്പം ഞാനത് ഇങ്ങനെയാണ് എടുക്കുന്നത്. അത് ദാറ്റ് മീൻസ് വലത് ചെവി. അപ്പോൾ വലത് ചെവിയിൽ എനിക്ക് കാണപ്പെടുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന മനുഷ്യൻ്റെ ഈ വശമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലത് ചെവിയിൽ അകത്തുനിന്ന് ഒരു മഞ്ഞ നിറമുള്ള ഈ നമ്മുടെ ഈ ഫിൽറ്ററില്ലേ, ഈ മഞ്ഞൾ ഒരു ചുക്ക, അതുപോലെ തന്നെ പുകയിലയുടെയൊക്കെ നിറമുള്ള ഒരു വസ്തു പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന, അതാണ് ചെവിയുടെ പ്രത്യേകത. രോഗമാണ്. എന്താണ് ഈ പുറത്തേക്ക് വരുന്നത്? നമുക്ക് വിരലിൻ്റെ വണ്ണത്തിൽ ഒരു തവിട്ട് സാധനം പുറത്തേക്ക് വരുന്നത്. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. അതിൻ്റെ കൂടെ വരുന്നൊരു സന്ദേശം, അതായത് ഈ ആളൊരു അല്പം ഒരു മങ്ങിയ നിറമാണ്. വൈറ്റ് അല്ല, എന്നാൽ പ്യുവർ ബ്ലാക്ക് അല്ല, ഒരു മങ്ങിയ നിറമാണ്. പക്ഷെ ചുണ്ട് തടിച്ചതാണ്, ചുണ്ട് ചുവന്നതാണ്, ചുണ്ട് ചുവന്ന് മലർന്നിരിക്കുന്ന ഒരു രോഗമാണ്. ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കട്ടെ. മധ്യവയസ്കനായ കഷണ്ടിയുള്ളൊരച്ഛൻ, മധ്യവയസ്കനാണ്, ഒരുപക്ഷെ ഒരു 57 60 വയസ്സ് കാണുമായിരിക്കും. കഷണ്ടിയുള്ള വൈറ്റ് ലോഹം ഉപയോഗിക്കുന്ന റിലീജിയസ് ആയിട്ടൊരു അച്ഛൻ. ഈ അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ എന്തോ കാര്യത്തിന് വേണ്ടി പോയി. അപ്പോൾ അദ്ദേഹം നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ ഇടത് കൈ വെച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് മെസ്സേജുണ്ട് ശിരസിൽ. ആ വിഷയത്തിന് മേൽ ദൈവികമായ തീരുമാനം ഉണ്ടായിട്ടുണ്ട്, കർത്താവ് ഇടപെട്ടിട്ടുണ്ടെന്ന് സന്ദേശമുണ്ട്. ശ്രുതികട കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു സമയമാണിത്. അതേസമയം തന്നെ ഈ ആരാധനയെ അവഹേളിക്കപ്പെടുന്ന സാത്താൻ്റെ ശക്തികളും ആരാധന അവഹേളിക്കപ്പെടുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് കോപ്പ് കൂട്ടി ക്യാമറ ഉപയോഗിച്ചും അല്ലാതെയുമൊക്കെ ഈ സന്ദേശങ്ങളെ സുവിശേഷ വിരുദ്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഛിദ്രശക്തികളുടെ സാന്നിധ്യവും
ദൃശ്യമാണ്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ കൃപാസനത്തിൽ പ്രത്യക്ഷമായ മാതാവേ, എല്ലാ ചിത്രശക്തികളെയും പരിശുദ്ധ അമ്മയുടെ നിന്റെ കാൽക്കീഴിലാക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആൻസി സണ്ണി എന്ന് പറഞ്ഞൊരു ചേച്ചി ഇവിടെ സാക്ഷ്യം പറഞ്ഞു ഈ ദിവസങ്ങളിൽ. നമുക്ക് ഉടമ്പടി പ്രകാരം കുറേ പഠിക്കേണ്ട കുറേ സാക്ഷ്യങ്ങൾ. ഉടമ്പടി നമുക്കറിയാവില്ല, ദൈവാനുഭവങ്ങളുടെ ഒരു സർവകലാശാലയാണ് ഉടമ്പടി. അതിലിങ്ങനെ പുതിയ പുതിയ കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കും. ഓരോ ആഴ്ചയും പുതിയ കോഴ്സുകൾ. ജനങ്ങൾ ഉടമ്പടി ആചരിക്കുമ്പോൾ അവർക്ക് വ്യത്യസ്തങ്ങളായ മേഖലകളിലെ അവരനുഭവിക്കുന്ന ഉടമ്പടി അനുഭവങ്ങൾ ഉടമ്പടിയുടെ പുതിയ കോഴ്സായിട്ട് വരും. ഈ ദിവസങ്ങളിൽ കേട്ട സാക്ഷ്യം, കുറേ നല്ല സാക്ഷ്യങ്ങൾ കേട്ടു. അതിലൊന്ന് ആൻസി സണ്ണിയുടെ സാക്ഷ്യമാണ്. മുണ്ടക്കയ ആൻസി ചേച്ചിയെ എന്താ സംഭവിച്ചത്? ആൻസി ചേച്ചിയെ പാമ്പ് കടിച്ചു, ഒരു വളവരെയും പാമ്പ് കടിച്ചു. ഇവരൊരു എറണാകുളത്തൊരു പ്രധാനപ്പെട്ട ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ ഇവരോട് പറയുന്നുണ്ട്, ഇവർ ഡോക്ടറോട് പറയുന്നുണ്ട് ഒരു വളവരെയും പാമ്പാണ് എന്നെ കടിച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാവില്ല, പേഷ്യൻ്റ് ഇങ്ങനെ പറഞ്ഞാലും പേഷ്യൻറ്റിനെ കുറിച്ച് പാമ്പിനെക്കുറിച്ച് അവർക്ക് ടെക്നിക്കൽ നോളജ് ഇല്ലാത്തത് കൊണ്ട് ഏത് പാമ്പാണെന്ന് അറിയാൻ പാടില്ലാതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എടുക്കുന്നവരെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ഇന്ന പാമ്പാണെന്ന് കൃത്യം പറയാൻ സമയമെടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ സൂപ്പർ സ്പെഷ്യൽ പാമ്പ് കടിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ആയിരിക്കണം. അങ്ങനെ നമുക്ക് ഇല്ലതാണ്. പക്ഷേ അത് കാരണം ഡോക്ടർമാർ എന്നാ ചെയ്യുന്നത്, ഡോക്ടർ വളരെ മനുഷ്യോചിതമായൊരു കാര്യം അവർ ചെയ്യുന്നുണ്ട്. അതായത് ഇവർ ഭയപ്പെടാതിരിക്കാൻ വേണ്ടി ഡോക്ടർമാർ ഓരോരുത്തരും വന്ന് 6 ഡോക്ടർമാർ 1 by 1 ആയിട്ട് വന്ന് ഇവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സംസാരിക്കാൻ അറിയില്ലെങ്കിൽ ഇവരുടെ പാമ്പ് കഴിഞ്ഞ് ഞാനിപ്പം മരിക്കുമെന്നൊക്കെ വിചാരിച്ച് പേടിച്ച് പോകത്തില്ലേ. അവരെ വിഷയം മാറ്റിക്കൊണ്ട് പ്രഷർ കൂടാതിരിക്കാൻ വേണ്ടി ഡോക്ടർമാർ 1 by 1 ആയിട്ട് ഇങ്ങനെ അവരുടെ ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വിഷയം മാറ്റിക്കൊണ്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് അവർക്കൊരു സമയം സ്വയം ചിന്തിക്കാനോ പേടിക്കാനോ സമയം കൊടുക്കാത്തൊരു വളരെ തന്ത്രപരമായിട്ട് സൈക്കോളജിക്കൽ ഡോക്ടർമാർ അത് മാനേജ് ചെയ്യുന്നുണ്ട് ശരിക്കും. പക്ഷേ ഇവരപ്പോഴൊക്കെ പറയുന്നത് ഡോക്ടറെ, അപ്പോൾ ഇവർക്കത് മനസ്സിലാവുന്നുണ്ട് ഡോക്ടർമാർ എന്താ ഉദ്ദേശിക്കണതെന്ന്. അപ്പോൾ ഇവർ പറയുന്നത് ഡോക്ടറെ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പേടിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവരവിടുന്ന് ലിഫ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ വേറെ ഒരു ആശുപത്രിയോട് ഇവരെ ലിഫ്റ്റ് ചെയ്യും. അത് വളരെ അകലെയുള്ള ആശുപത്രിയാണ്. അവിടുന്ന് ഒരു ICU ഉള്ള ആംബുലൻസ് ഇവിടെ വന്ന് എത്തണം. ഇവിടുത്തെ ആംബുലൻസ് എല്ലാം പുറത്ത് പോയിരിക്കുകയാണ്, ഇവിടെ ആംബുലൻസ് ഇല്ല. അപ്പോൾ ഇപ്പോൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരുമെന്നവർക്ക് മനസ്സിലായി. കാര്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡിൽ വിഷം കയറിപ്പോയി. ബ്ലഡിൽ ശക്തമായ രീതി വിഷം കയറിപ്പോയി. കാര്യം ഇവർ ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞു, ആശുപത്രി വന്നിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ള കാരണം ഇവർ അവിടുന്ന് ലിഫ്റ്റ് ചെയ്യാൻ പോകുകയാണ്. ലിഫ്റ്റ് ചെയ്യാനുള്ള ആംബുലൻസ് അകലെ നിന്ന് വരണം. അതിന് ICU ഉള്ള എല്ലാ സെറ്റപ്പും ഉള്ള ആംബുലൻസാണ് ഇവരെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സാധാരണ ആംബുലൻസ് കൊണ്ടുപോകാൻ അവർ എത്തത്തില്ല അവിടം വരെ. അപ്പോൾ അതിന് ഡോക്ടർമാർക്ക് അറിയാവുന്ന കണ്ട സിറ്റുവേഷൻസ് വളരെ മോശമാണ് ശരിക്കും. അപ്പോൾ അതുവരെ ഇവരെ ഒന്ന് പിക്കപ്പ് ചെയ്ത് ഒരു നേഴ്സിനെ കൂട്ടി തിരിച്ച് ഇവർ പറയുന്ന പുതിയ ആശുപത്രിയോട്ട് വിടണം. അപ്പം അതിനുവരെയുള്ള സമയമാണ്. പക്ഷേ പ്രഷർ പെട്ടെന്ന് കൂടി 500 അപ്പോൾ ഡോക്ടർമാർ ശരിക്കും ഭയപ്പെട്ടു പോകും. പക്ഷേ ഡോക്ടർമാർ ഭയപ്പെട്ടെങ്കിലും ഇവർക്ക് ഭയം തോന്നണില്ല. ഡോക്ടർമാർ ഭയപ്പെട്ടു, കാര്യം പ്രഷർ 500 30 മിനിറ്റ്സ് വിഷം ശരിക്കും കയറി ഹൃദയം ജീവനോട് മല്ലിടിക്കുന്നുവെന്ന് മനസ്സിലായി. ഇവർ പോവുകയാണ്. പിന്നെ ആംബുലൻസ് വന്ന് ഇവർ പോകുന്നുണ്ട്. ഇവർ നേഴ്സും കൂടി കൂട്ടി അടുത്ത ആശുപത്രിയോട്ട് പോവുകയാണ്. അപ്പോൾ വളരെ ടൈമേ ഉള്ളൂ, കുറച്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ വളരെ ഗുരുതരമായ സംഭവങ്ങൾ നടക്കും. അപ്പോൾ ആ സമയത്ത് ഈ ആംബുലൻസിൽ AC ഫുള്ളായിട്ട് വെക്കും. കാര്യം ഫുള്ളായിട്ട് വെച്ച് ഭയങ്കരമായിട്ട് ഫ്രീസാക്കും, തണുക്കും. പക്ഷേ എന്നിട്ട് ഒരു വലിയൊരു കമ്പിളി എടുത്തിട്ട് ഈ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിലിടും. അപ്പോൾ ഈ ചേച്ചി പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല,
എനിക്ക് തണുപ്പ് തോന്നണില്ല എന്ന് പറയാം. അപ്പോൾ നഴ്സ് കാര്യം പറഞ്ഞത് നല്ല തണുപ്പാണ്, മാക്സിമം തണുപ്പിച്ചത് പോണത്. പക്ഷേ ഈ ഫീലിങ്, ഇതിൻ്റെ ഫീലിങ് അവർക്ക് കിട്ടണില്ല. ഇവർ വേറൊരു ഫീലിങ്ങിലാണ് ഉള്ളത്. അവസാനം ഹസ്ബൻഡിന് ഇവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ കയ്യിൽ നിന്നും വിട്ടുപോകും. ഇവർ ഛർദ്ദിക്കാൻ തുടങ്ങും. ഛർദ്ദിക്കാനൊക്കെ തുടങ്ങും. പിന്നെ ഈ കൈയും കാലുമൊക്കെ ഒന്ന് വിറക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാം തീരാൻ പോണവർ തോന്നും. അപ്പോൾ ഹസ്ബൻഡ് ഒരു ഓർമ്മ, ഹസ്ബൻഡ് ഒരു കാര്യം ഈ ചേച്ചി എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഹസ്ബൻഡ് എവിടെ പോയാലും ഈ അവർ ഉടമ്പടി എടുത്ത ആളാണ്. ഉടമ്പടിയുടെ ഒരു ഇത്തിരി ഉപ്പെടുത്ത് ചെറിയൊരു പേപ്പറിൽ ചുരുട്ടി ഹസ്ബൻഡിൻ്റെ പോക്കലിട്ട് കൊടുക്കും. എവിടെ പോയാലും മാതാവിൻ്റെ ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടി പണ്ട് നേരത്തെ ഉടമ്പടി എടുത്ത കാലം വരെ ചെയ്യണതാണ്. എന്നിട്ട് അപ്പോഴാണ് ഹസ്ബൻഡ് ഓർമ്മ വന്നത്, എൻ്റെ പോക്കറ്റിൽ ഉടമ്പടിയുടെ ഉപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ഉടനെ ആ ഉടമ്പടി ഉപ്പെടുത്തിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഇവിടെ നെറ്റിയിലും ശരീരത്തിൽ വിടും. എന്നിട്ട് ഹസ്ബൻഡ് പറയും, ഇനി കുഴപ്പമൊന്നുമില്ല ആൻസി, ഇനിയിപ്പോൾ എല്ലാം ഈശോ ഏറ്റെടുത്തോളും, അമ്മ മാതാവ് നമുക്കൊരു കുഴപ്പം വരത്തില്ലെന്ന് പറയും. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇവർ വിയർക്കും. പിന്നെ ഹോസ്പിറ്റലിലെത്തിയിട്ട് ഇവർ ടെസ്റ്റ് ചെയ്യും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡിൽ വിഷത്തിൻ്റെ ഒരംശം കാണത്തില്ല. അവർ തന്നെ ഇവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇവരെ കൊണ്ടുവന്നത്? അപ്പോൾ എറണാകുളത്തെ റിപ്പോർട്ടുണ്ടേ, വിഷമുള്ള റിപ്പോർട്ട് ഉണ്ട്, അതിൻ്റെ പ്രഷറിൻ്റെ റിപ്പോർട്ട് എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ പ്രഷർ നോർമലായി. അതായത് ഇത്രയും സ്പീഡാണ് ഉടമ്പടിയുടെ പ്രവർത്തനങ്ങളുടെ എന്ന് പറയാനല്ല ഞാൻ ഈ സാക്ഷ്യമെടുത്തത് നിങ്ങൾ ഓർക്കണം. അതായത് ഈ ഡോക്ടർമാരെല്ലാം പേടിക്കുമ്പോഴും ആൻസി പേടിക്കണില്ല, അല്ലേ? ദാറ്റ്സ് മൈ പോയിൻ്റ്. ഇത് ഒരു വാഗ്ദാനമാണ് ശരിക്കും. ഡോക്ടർമാരെല്ലാം പേടിക്കുന്നു. ആ സമയത്ത് തന്നെ യഥാർത്ഥ ഭയത്തിൻ്റെ ഇരയായ ആ വ്യക്തി, പെർട്ടിക്കുലർ പേഴ്സൺ, ഷീസ് നോട്ട് അഫ്രൈഡ്. വൈ? അതിന് ഉത്തരം പറയേണ്ടി വരും നമ്മൾ. ഡോക്ടർമാരെല്ലാം പേടിക്കുമ്പോഴും ഈ പാമ്പ് കടിയേറ്റ ആ പെർട്ടിക്കുലർ പേഴ്സൺ ഷീസ് നോട്ട് അഫ്രൈഡ്. എന്തുകൊണ്ടാണ്? അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു പ്രോമിസാണിത്. നമുക്കറിയാമല്ലോ, ഉടമ്പടി വർക്ക് ചെയ്യണത് പ്രോമിസുകളുടെ അടിസ്ഥാനത്തിലാണ്. പ്രോമിസ് എന്ന് പറയുന്നത് എന്താണ്? വാഗ്ദാനങ്ങൾ. ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങളിലെ ഒരു വാഗ്ദാനമാണ് ഐ വിൽ ചേർത്ത് ഒത്തിരി വചനങ്ങളുണ്ട് ബൈബിളിലെ. ഞാൻ നിനക്ക് തരും, അല്ലെ ഞാൻ നിൻ്റെ കൂടെ വരും, ഇങ്ങനെ പറഞ്ഞ ഐ വിൽ ഗീവ് എ ന്യൂ ഹാർട്ട്, ഒരു പുതിയ ഹൃദയം, പേടിക്കാത്ത ഒരു ഹൃദയം. പേടിക്കേണ്ട സാഹചര്യങ്ങളൊക്കെയാണ് ഉള്ളതെങ്കിലും പേടിക്കാത്ത ഒരു ഹൃദയം ഞാൻ നിനക്ക് തരും, സംഭ്രമിപ്പിക്കാത്ത ഹൃദയം നിനക്ക് തരും. കാരണം സംഭ്രമിക്കേണ്ട മകനെ, ഞാനാണ് നിൻ്റെ ദൈവം. ഈ പേടി മാറണത് 2 തരത്തിലാണ്. അതായത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, സംഭ്രമിക്കേണ്ട മകനെ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. നിയമാവർത്തനം 31:8. നിയമാവർത്തനം 31:8 വായിച്ചോളൂ. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത് എന്ന് പറഞ്ഞ കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത്. അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. അപ്പൊ ഈ സംഭ്രമിക്കാത്ത ഇവർക്ക് ആൻസിക്ക് ഭയമില്ലെന്ന് പറഞ്ഞില്ലേ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം കർത്താവാണ് നിൻ്റെ കൂടെ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതായത് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നാണ് പ്രസൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓർക്കണം, ഇതിനേക്കാൾ വലിയൊരു കാര്യം മനുഷ്യന് ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്യാനില്ല, എക്സെപ്റ്റ് കവനൻ്റ് അല്ലാതെ. ഇതിൻ്റെ വാഗ്ദാനങ്ങളെന്നൊക്കെ പറഞ്ഞ് ഞെട്ടിക്കുന്ന വാഗ്ദാനങ്ങളാണ്. എത്ര കാലങ്ങൾ മാറിയാലും ഈ വാഗ്ദാനങ്ങൾക്കൊക്കെ ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. നിന്നെ പാമ്പ് കടിച്ചാലും പഴുതാര കടിച്ചാലും നീ ഏത് മരണത്തിലേക്ക് പോയാലും ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. നീ സംഭ്രമിക്കേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. കൈ ഇടിച്ചു കർത്താൻ സാന്നിധ്യമായി കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു.
എന്നും സംഭ്രമിക്കേണ്ട മകനേ, ഞാനാണ് നിന്റെ ദൈവം. സംഭ്രമിക്കേണ്ട മകനേ, ഞാനാണ് നിന്റെ ദൈവം. അതായത് ഉടമ്പടിയുടെ ഇപ്പം നമ്മൾ എണ്ണ തേക്കുന്നില്ലേ, നമ്മൾ രാവിലെ എടുത്തിട്ട് ഉടമ്പടി തൈലം നെറ്റിക്ക് പിടിച്ചുവരക്കും, യാത്രക്ക് പോകുമ്പോൾ ചെയ്യും, പരീക്ഷയ്ക്ക് പോകുമ്പോൾ ചെയ്യും, ഇൻ്റർവ്യൂ വേണ്ടി പോയി ചെയ്യും. എന്താ കാര്യം എണ്ണ തേക്കണ? എന്താ കാര്യം? എണ്ണ തേക്കുന്നതിൻ്റെ ഉദ്ദേശം പ്രസൻസാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്നും പറഞ്ഞ് ഇവിടെ സ്വർഗത്തിൽ നിന്ന് ഒരു കോവേണി ഇരിക്കുന്ന ഒരു സ്വപ്നം കണ്ടില്ലേ? ആരാ കണ്ടത്? യാക്കോബ് അല്ലേ? യാക്കോബ് സ്വർഗത്തിൽ നിന്ന് ഒരു ഏണി ഇറങ്ങി ഭൂമിയിലേക്ക് വരുന്ന ഒരു സ്വപ്നം കണ്ടില്ലേ? അപ്പോൾ അതിലേക്ക് ദൈവദൂതന്മാർ കയറുന്നത് ഇറങ്ങുന്നത് ആ സ്വപ്നം കണ്ട മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ പറയണത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യണത് എന്താണ്? താൻ തലക്കൽ വെച്ചിരുന്ന കല്ലെടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഉടമ്പടി തൈലം, ഒലിവ് തൈലം ഒഴിക്കും. എന്നിട്ട് എന്താ പറയണത്? ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇടമാണ്, കർത്താവിൻ്റെ ഭവനമാണ്, ഇതിൻ്റെ പേര് ബദ്ധരെന്ന്. കർത്താവിൻ്റെ കൈയടിച്ച് ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിൻ്റെ കരവേല പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കരവേല പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉൽപ്പത്തി 28-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ. യാക്കോബ് ബർഷബായിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചിലവഴിക്കുകയും ചെയ്തു. ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. അവന് ഒരു ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും. നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. അതായത് ഈ വാഗ്ദാനം കേൾക്കുമ്പോഴുണ്ടല്ലോ, ഉടമ്പടി എടുത്തവരെ, ഉടമ്പടി ജീവിക്കുന്നവരെ വേദവചനം വായിക്കുമ്പോൾ ഈ വാഗ്ദാനം കേൾക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയും കുതിച്ചു ചാടുകയും തുള്ളിച്ചാടുകയും ചെയ്യണം. എന്താ കാര്യത്തിൽ ഈ വാഗ്ദാനങ്ങളെല്ലാം നമുക്കറിയാമല്ലോ. അവസ്ഥ നമ്മൾക്ക് 22 വെളിപാടിൻ്റെ 22 22:6 എന്താ പറയുക, റൈറ്റ് ഡൗൺ എന്ന് പറയും. എന്താണ്? ഈ വചനങ്ങളെല്ലാം വിശ്വാസയോഗ്യവും സത്യവുമാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വെളിപാട് 22:6 ശ്രദ്ധിക്കട്ടെ. വെളിപാട് 22:6 അവൻ എന്നോട് പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു, നമ്മൾ പറയണം ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. എന്നുവെച്ചാൽ എനിക്ക് വിശ്വസിക്കാവുന്നതാണ്. കാര്യം അതാണ്, സത്യമായത് കൊണ്ടാണ്. ഇതെൻ്റെ ജീവിതത്തിൽ, അതായത് കർത്താവിൻ്റെ ഓരോ വചനവും കാലാതീതമാണ്. എവിടെയല്ല കാലങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരുന്നാലും ശരി, യാക്കോബിനോട് പറഞ്ഞ വചനങ്ങൾ ആ വചനമായിട്ട് തന്നെ ഇന്ന് നീയാണ് ദൈവത്തിൻ്റെ യാക്കോബ്, നീയാണ് ദൈവത്തിൻ്റെ എബ്രാഹാം, നീയാണ് ദൈവത്തിൻ്റെ ഇസഹാക്ക്.
ആ ഒരു ബോധം നിനക്കുണ്ടാകണം. നീയാണ് ദൈവത്തിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ അനുജനോ അതുപോലെ ദൈവത്തിൻ്റെ പൈതലോ. അതുകൊണ്ട് ദൈവം നിനക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള എല്ലാ വചനങ്ങളും, ഈശോ എന്നാ പറഞ്ഞത്? കാലത്തിൻ്റെ അവസാനം വരെ, അല്ലേ, കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ ഈശോ പറഞ്ഞത് ഈ 21:34 വിശുദ്ധ ലുക്കായുടെ സുവിശേഷം 21:34, 21:33. അതായത് ആകാശവും ഭൂമിയും കടന്നു പോകും എന്ന് പറഞ്ഞേ. ആകാശവും ഭൂമിയും കടന്നു പോകും. അപ്പൊ നിങ്ങൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഒന്നുകൂടെ പറഞ്ഞേ, ആകാശവും ഭൂമിയും കടന്നു പോകും. എന്നാൽ എന്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. അതാണ് പ്രശ്നം. അതായത് ഈ വചനങ്ങള് കടന്നു പോകാതെ നിലനിന്ന് ഫലിക്കുകയാണ്. എന്താണ് കടന്നു പോണത്? വാക്ക് കടന്നു പോകത്തില്ല. 33 അല്ലേ? 21:33 വിശുദ്ധ ലൂക്കാ സുവിശേഷം. നീ ശ്രദ്ധിക്കണം അച്ഛനെ. അതായത് കടന്നു പോണത് എന്താണ്? ആകാശം കടന്നു പോകും. ദാറ്റ് മീൻസ് എന്താണ്? ടൈം കഴിഞ്ഞു പോകും. ആകാശം എന്നല്ലേ ടൈമൊക്കെ ഉണ്ടാകണത്, അല്ലേ? സൂര്യനെ നടുക്ക് നിർത്തിക്കൊണ്ട് സൂര്യന് ചുറ്റും നമ്മൾ ഭൂമിയൊക്കെ കറങ്ങുമ്പോഴും ഭൂമി സ്വയമായിട്ട് കറങ്ങുമ്പോൾ 24 ദിവസം, ഒരു പ്രാവശ്യം സൂര്യന് ചുറ്റും കറങ്ങണതിന് 360 ദിവസം. അപ്പോൾ ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ ഉണ്ടാകണത് ഇവരുടെ കറക്കത്തിൽ നിന്നല്ലേ. അതാണ് ആകാശം എന്ന് പറയുന്നത്. ആകാശം ഇങ്ങനെ കടന്നു പോകുന്ന വെച്ച് കഴിഞ്ഞാൽ കാലങ്ങൾ മാറി മാറി വരും. ഇപ്പോൾ 23 അല്ലേ? അടുത്ത കൊല്ലം 24, പിന്നെ 25. അപ്പോൾ കാലം മാറിപ്പോകാനും പോവുകയാണ്. കാലം മാറിപ്പോയാലും പിന്നെ എന്താണ്? ഭൂമിയും മാറും. ഇപ്പം 21:33 എന്താ പറയണത്? ആകാശം എന്ന് പറഞ്ഞ ആകാശവും കടന്നു പോകും, ഭൂമിയും കടന്നു പോകും. ഭൂമി കടന്നു പോകും. എന്താ സംശയിക്കണേ? ഇപ്പം തന്നെ ഇപ്പോഴും ഹിമാലയം പ്ലേറ്റോ തമ്മിൽ ഇടിച്ച് പൊങ്ങി, അല്ലേ? ചൈനയും അതുപോലെ തന്നെ മംഗോളിയൊക്കെ ഉള്ളൊരു പ്ലേറ്റും പിന്നെ ഏഷ്യൻ പ്ലേറ്റും തമ്മിൽ ഇടിച്ച് കുത്തിപ്പൊങ്ങി ഹിമാലയം ഉണ്ടായെന്നുള്ള തിയറി ഇപ്പോഴും ശാസ്ത്രം പ്രാബല്യത്തിലെടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഭൂമി ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്ട്രേലിയയൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ? ആസ്ട്രേലിയയൊക്കെ ഒരു 10 ലക്ഷം വർഷം കഴിയുമ്പോൾ വന്ന് ഇന്ത്യയിൽ ഇടിക്കുമായിരിക്കും ഈ സാധനം. അപ്പോൾ ഇവിടെ ഉണ്ടാകും പർവ്വതങ്ങളൊക്കെ. കർത്താവ് പറഞ്ഞ കറക്റ്റാണ്. ഇതിങ്ങനെ കടന്ന് ഇങ്ങനെ മാറിക്കൊണ്ട് ഇരിക്കുകയാണ് ഈ സംഭവം. നമ്മളിരിക്കുന്ന സ്ഥലത്ത് പണ്ട് തോമസ് ശ്രീയൊക്കെ വന്നു എന്ന് പറയുന്ന കാലത്ത് ഇവിടെ കടലല്ലേ? കടലാണല്ലേ ഇവിടെ? ഇപ്പം ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? കലവൂർ. കലമെന്ന് പറയുന്നത് എന്താണ്? കപ്പലെടുക്കുന്ന ഊര്, അല്ലേ? അപ്പോൾ തുറമുഖം എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല കലാകാരന്മാരുടെ സ്ഥലമൊന്നുമല്ല, തുറമുഖമാണ്. അപ്പോൾ ഇത് ഒരു കാലത്ത് കപ്പൽ അടുത്തിരുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ ഇരുന്നുകൊണ്ട് സുന്ദരമായിട്ട് ധ്യാനം കുടിക്കണം. ഭൂമി കടന്നുപോയി, ഭൂമി പിന്നെയും വെച്ചുപോയി. അപ്പോൾ കർത്താവ് പറഞ്ഞ കറക്റ്റാണ്. വെച്ച് കഴിഞ്ഞാൽ കാലം മാറിപ്പോകും, അതുകൊണ്ട് തന്നെ ഭൂമിയും കടന്നു പോകും. പിന്നെ എന്താണ് കടന്നു പോകാത്തത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ കടന്നു പോകുകയില്ല. കൈയിടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഈ വചനങ്ങള് എല്ലാം നിറവേറാനുള്ളതാണ്. അത് നമ്മുടെ കാലം കഴിഞ്ഞാലും എത്രയോ വർഷം കഴിഞ്ഞാലും ലോകം അവസാനിക്കുന്ന വരെ വചനം മനുഷ്യൻ്റെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ വചനത്തെ നിറവേറ്റാനുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ എന്താണ്? ദാറ്റ് ഈസ് കവനൻറ്റ്. അതാണ് ഉടമ്പടിയുടെ ഒരു ബലമെന്ന് പറയണത്. ഉടമ്പടി പ്രകാരമാണ് വചനം നിറവേറുന്നത്. ഒരു പ്രാർത്ഥനാ പ്രകാരം സിംഗിൾ പ്രെയർ എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയാം, സിംഗിൾ ഫേസാണ്. പക്ഷെ ഒരു വചനം എപ്പോഴും നിറവേറുന്നത് ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റം വരികയില്ലെന്നാണ് പറയണത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വചനങ്ങളുണ്ട്, ഉടമ്പടി വചനങ്ങൾ. ഇപ്പം ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങൾ എന്താണ്? ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റം വരികയില്ല. കാര്യം എന്താണ്? ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം നിറവേറ്റും. ഇപ്പോഴ് കർത്താവിൻ്റെ വചനത്തിൽ ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം നിറവേറ്റും